അച്ഛനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എന്നാൽ അമ്മയ്ക്ക് ഇത്രയും പ്രായമായിരിക്കുക, ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് വേണം അച്ഛൻ അമ്മയെ കൊണ്ട് അടയുണ്ടാക്കിക്കുക. ഇതിപ്പോ ചെലവായപ്പോ ആർക്കാ ചെലവായത്? എനിക്ക് 3000 രൂപ ഹോസ്പിറ്റൽ ചെലവ്. എല്ലാവരും ഉള്ളത് എന്തായാലും നന്നായി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്ത് നന്നായിട്ട് ഇവരെ നോക്കുന്നതെന്ന് അറിയാം. ഒരു കാര്യത്തിനും ഒരു കുറവ് വരുത്തുന്നില്ല. എല്ലാം കണ്ടറിഞ്ഞാ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഈ കല്യാണത്തിന് പോയപ്പോ വരെ എല്ലാ ഫുഡും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് അവർ ഈ പണി കാണിച്ച് എനിക്കിനി പറ്റില്ല നോക്കാനായിട്ട്. എന്തെങ്കിലും ഇവര് പണി ഒപ്പിച്ചു വെച്ചിട്ട് നാട്ടുകാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, എനിക്ക് ആ പാപം കൂടി ഏറ്റെടുക്കാൻ വയ്യ. സീരിയസ് ആയി പറയാം. ഇപ്പൊ 2 പേരുണ്ടല്ലോ, എന്താന്ന് വെച്ചാ തീരുമാനിച്ചിട്ട് പോയിക്കോ. തീരുമാനിക്കാനൊന്നുമില്ല. 2 കൂടെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കും. അല്ലാതെ എനിക്ക് ഇവരെ നോക്കിയിരിക്കാൻ സമയം. ആ, അത് തന്നെയാ നല്ലത്. വയസ്സാം കാലത്തെങ്കിലും ചിട്ടായിട്ടൊന്ന് ജീവിക്കട്ടെ. മക്കളെ, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ല. പക്ഷെ മരിക്കുന്നവരെ എനിക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. ഞങ്ങളെ പിരിക്കല്ലേ മക്കളെ. രണ്ടിനെയും രണ്ടിടത്തേ നിർത്തണുള്ളൂ. ഈ ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാമനെ ഈയിടയ്ക്ക് ഏതോ ഒരു സെൻറ്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വേണേൽ അവരോടൊന്ന് വിളിച്ചു ചോദിച്ചോ. അച്ഛനെ അവിടെ കൊണ്ട് നിർത്താമോ? അമ്മ ഒറ്റയ്ക്കാണെങ്കിൽ വലിയ ശല്യമൊന്നുമില്ല. ഇവിടെ നിന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ അച്ഛനെ മക്കൊക്കെ ശല്യമല്ലേ? എവിടാന്ന് പറഞ്ഞാൽ മതി. അച്ഛൻ ഓ, ഇനി കരഞ്ഞ് ഓരോന്ന് ഒപ്പിക്കും. അമ്മയ്ക്കെങ്കിലും ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലായി. അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി മക്കളെ, എല്ലാം മനസ്സിലായി. അമ്മയ്ക്ക് വിഷമമായെന്ന് തോന്നുന്നു കേട്ടോ. അവരിതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. ഞാൻ കൊണ്ടുപോയി നോക്കിയാൽ എനിക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ ഇച്ചിരി ഭക്ഷണം കൊടുക്കണമെന്നല്ലേ ഉള്ളൂ.